എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ അനിൽ ചന്തൂച്ചിറ. ഇന്ന് നമുക്കൊരു മീൻ ഫ്രൈ ചെയ്താലോ? ഞാൻ ഷാരിമീനാണ് വാങ്ങിയിരിക്കുന്നത്. മീൻ വെട്ടി വൃത്തിയാക്കി നമ്മൾ വെച്ചിരിക്കുകയാണ്. അപ്പോൾ മീനകത്ത് നമ്മൾ ഒരുപാട് വരയൊന്നും വരയുന്നില്ല, 2 വര മാത്രമാണ് മീനിടുന്നത് മസാല പിടിക്കാൻ വേണ്ടി. ഇന്നത്തെ പാചകവും മോള് തന്നെയാണ്. മോൾക്ക് പാചകത്തോട് വലിയ ഇഷ്ടമാണ്. എന്തായാലും ഇന്നത്തെ പാചകവും നമ്മൾ മോൾക്ക് തന്നെ വിട്ടുകൊടുക്കുകയാണ്. ഫ്രൈ മോളുടെ രീതിക്കാണ് മോള് ചെയ്യുന്നത്. ഇപ്പോൾ 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, ലേശം ഉപ്പ്, ഒരു സ്പൂൺ വെളിച്ചെണ്ണ. മസാല നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് മീനിലേക്ക് മസാല നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കാം. അകത്തൊക്കെ മസാല കയറണം, അതുകൊണ്ട് നല്ലതുപോലെ നമുക്ക് ആ മസാല മീനിൻ്റെ 2 വശവും തേച്ച് പിടിപ്പിക്കും. മസാല തേച്ചതിന് ശേഷം നമുക്കൊരു അരമണിക്കൂർ ഈ മസാല പിടിക്കാൻ വേണ്ടി നമുക്കൊന്ന് മാറ്റി വെക്കണം. അത് നമ്മൾ ഒരു കാരണവശാലും ഫ്രിഡ്ജിലേക്ക് വെക്കരുത്. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് നല്ലതുപോലെ കിട്ടത്തില്ല. ഇനി നമുക്കൊരു പാൻ എടുത്ത് അടുപ്പിലേക്ക് വെക്കാം. പാനൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊക്കെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഒരു 2-3 വെളുത്തുള്ളി 2ആയി കീറിയത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ ഒരു 2 കറിവേപ്പില 4 കഷ്ണങ്ങളാക്കി ഇടുകയാണ്. ഇങ്ങനെ ഒന്ന് വറുത്ത് നോക്കിയാൽ ഒന്നൊന്നര ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അതൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ആ മീനെടുത്ത് അതിലേക്ക് ഇടാം. അപ്പോൾ നമ്മൾ ഒരു വശം വെന്ത് കഴിഞ്ഞു, നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ഇന്നത്തെ മസാലക്കൂട്ടും മീൻ ഫ്രൈയും ചെയ്തിരിക്കുന്നത്. ഏത് മീനായാലും മസാലക്കൂട്ട് ഇത് തന്നെയാണ്. അങ്ങനെ 2 മീനും നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിരിക്കുകയാണ്. ഒരുപാട് കരിഞ്ഞൊന്നും പോകരുത്. അപ്പോൾ നമ്മുടെ മീൻ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് സ്റ്റൗവൊക്കെ ഓഫ് ചെയ്ത് മീൻ പതിയെ എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ മീൻ ഫ്രൈ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിലും നല്ല വീഡിയോയുമായി നമ്മൾ ഇനിയും വരുന്നതായിരിക്കും.